നിന്റെ മുന്നിൽ ഒരു ശത്രു നിൽക്കുന്നു. അവന്റെ ചുണ്ടിൽ പരിഹാസത്തിന്റെ ചിരി, കണ്ണുകളിൽ നിന്നെ തോൽപ്പിക്കാനുള്ള ആത്മവിശ്വാസം. പക്ഷെ ഒരു നിമിഷം ചിന്തിക്കൂ, ആ ചിരി നിന്റെ തോൽവിയുടെ അടയാളമല്ല, മറിച്ച് അവന്റെ നാശത്തിന്റെ ആദ്യ സൂചനയാണ്. ജീവിതം ഒരു യുദ്ധക്കളമാണ്. നിന്റെ ബുദ്ധിയും തന്ത്രവും നിന്റെ ആയുധങ്ങൾ. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്ന അതിശക്തമായ 20 തന്ത്രങ്ങൾ നിന്റെ ശത്രുവിന്റെ ചിരിയെ നിന്റെ വിജയത്തിന്റെ ആദ്യപടിയാക്കി മാറ്റും. ഒന്നാമത്തെ തന്ത്രം ശത്രുവിന്റെ അഹന്തയെ നിന്റെ ആയുധമാക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ അവൻ നിന്നെ കുറച്ചു കാണുകയാണ്. അവന്റെ മനസ്സ് പറയുന്നു, നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന്. പക്ഷെ ഇത് നിന്റെ അവസരമാണ്. പുരാതന യുദ്ധങ്ങളിൽ ഒരു സൈന്യാധിപൻ തന്റെ എതിരാളിയുടെ അമിത ആത്മവിശ്വാസം കാണുമ്പോഴും പരിഹസിച്ച് സൈന്യത്തെ അയക്കുമ്പോഴും പിന്നിൽ നിന്ന് ആക്രമണം നടത്തി ജയിക്കുന്നു. നിന്റെ ജീവിതത്തിലും ഇത് ഉപയോഗിക്കാം. നിന്റെ മേലധികാരി നിന്നെ പരിഹസിക്കുമ്പോൾ അവന്റെ അശ്രദ്ധയിൽ നിന്റെ മികവ് തെളിയിക്കുക. അവന്റെ അഹന്ത നിന്റെ വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണ്. രണ്ടാമത്തെ തന്ത്രം, നിന്റെ മൗനം ഒരു യുദ്ധോപകരണമാക്കി മാറ്റുക. അവൻ നിന്നെ കളിയാക്കുമ്പോൾ മറുപടി പറയാതിരിക്കുക. നിന്റെ മുഖത്തൊരു പുഞ്ചിരി മാത്രം മതി. ഈ മൗനം അവന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുപാകും. ഇവനെന്താണ് മറയ്ക്കുന്നത് എന്നവൻ ആലോചിക്കും. ഒരു സിംഹം വേട്ടയാടാനിരിക്കുമ്പോൾ ഒച്ചയുണ്ടാക്കാറില്ല. അത് നിശബ്ദമായി പതിയിരിക്കുന്നു, ചാടി വീഴുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു വിമർശകൻ നിന്നെ പരിഹസിക്കുമ്പോൾ മിണ്ടാതെ നിന്റെ പ്രവൃത്തി കൊണ്ട് മറുപടി നൽകുക. നിന്റെ മൗനം അവന്റെ ചിരിയെ ഭസ്മമാക്കി മാറ്റും. മൂന്നാമത്തെ തന്ത്രം, ശത്രുവിന്റെ ശക്തി നിന്റെ കണ്ണാടിയാക്കുക. അവൻ ചിരിക്കുമ്പോൾ ആ ചിരിക്ക് പിന്നിലെ ശക്തി എന്താണെന്ന് നോക്കുക. അവന്റെ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? ഒരു ബിസിനസ് എതിരാളി നിന്നെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിജയരഹസ്യം പഠിക്കുക. അത് നിന്റെ സ്വന്തമാക്കി മാറ്റുക. പുരാതന യുദ്ധങ്ങളിൽ വിജയികൾ ശത്രുക്കളുടെ ആയുധങ്ങൾ പഠിച്ച് തങ്ങളുടെ ആയുധശേഖരം മെച്ചപ്പെടുത്തി. നിന്റെ ജീവിതത്തിൽ അവന്റെ ശക്തി നിന്റെ പാഠപുസ്തകമാകട്ടെ. അവന്റെ ചിരി നിന്റെ വളർച്ചയുടെ തുടക്കമാകും. നാലാമത്തെ തന്ത്രം, അവന്റെ പരിഹാസത്തെ നിന്റെ ഊർജമാക്കി മാറ്റുക. അവൻ നിന്നെ കളിയാക്കുമ്പോൾ ആ വാക്കുകൾ നിന്റെ ഉള്ളിലെ അഗ്നിയായി ജ്വലിക്കണം. നിനക്കിത് കഴിയുകയില്ല എന്നവൻ പറയുമ്പോൾ അത് നിങ്ങളിൽ ഞാൻ കഴിയുമെന്ന് തെളിയിക്കും എന്ന തീരുമാനമായി മാറണം. ഒരു അത്ലറ്റ് തന്റെ എതിരാളിയുടെ പരിഹാസം കേട്ട് ലോക റെക്കോർഡ് എടുക്കുവാൻ കാരണമായി തീരുന്നു. നിന്റെ ജീവിതത്തിലും ഓരോ പരിഹാസവും നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമായി മാറട്ടെ. അഞ്ചാമത്തെ തന്ത്രം, നിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ നിന്റെ പദ്ധതി ഒരിക്കലും അവൻ അറിയരുത്. ഒരു ചീട്ടുകളിയിൽ നിന്റെ ഏറ്റവും ശക്തമായ കാർഡ് അവസാനം വരെ മറച്ചു വെക്കുന്നത് പോലെ നിന്റെ രഹസ്യങ്ങളെ നീ സൂക്ഷിക്കുക. പുരാതന കാലങ്ങളിൽ രാജാക്കന്മാർ തങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ ആക്രമണ പദ്ധതി മറച്ചുവെച്ച് ശത്രുക്കളെ അശ്രദ്ധരാക്കി. ജീവിതത്തിൽ നിന്റെ അടുത്ത നീക്കം ആരോടും പറയാതെ നിന്റെ വിജയം അവന്റെ ചിരിയെ തകർക്കട്ടെ. ആറാമത്തെ തന്ത്രം, അവന്റെ ചിരിയെ നിന്റെ വിജയത്തിന്റെ സംഗീതമാക്കുക. അവൻ പരിഹസിച്ച് ചിരിക്കുമ്പോൾ അതിനെ ഒരു താളമായി കാണുക. നിന്റെ തന്ത്രത്തിന്റെ ചുവടുവെപ്പിനുള്ള താളം. ഒരു നർത്തകി താളത്തിനൊപ്പം ചുവടുവെക്കുന്നത് പോലെ നീ അവന്റെ ചിരിയിൽ നിന്റെ വിജയനൃത്തം ആരംഭിക്കുക. ഒരു സംഗീതജ്ഞൻ ശബ്ദത്തെ ഗാനമാക്കി മാറ്റുന്നു. നിന്റെ ജീവിതത്തിൽ അവന്റെ പരിഹാസം നിന്റെ വിജയഗാനത്തിന്റെ ആദ്യ നോട്ടാക്കി മാറ്റുക. ഏഴാമത്തെ തന്ത്രം, ക്ഷമയാണ് നിന്റെ വല. അവൻ ചിരിക്കുമ്പോൾ ധൃതി കാണിക്കരുത്, കാത്തിരിക്കുക. ഒരു മീൻപിടുത്തക്കാരൻ മീനിനെ വലയിൽ കൊടുക്കാൻ ശരിയായ നിമിഷം തിരഞ്ഞെടുക്കുന്നു. പുരാതന യുദ്ധങ്ങളിൽ സേനാപതികൾ ശത്രുവിന്റെ അശ്രദ്ധയ്ക്കായി ദിവസങ്ങളോളം കാത്തിരുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു എതിരാളി നിന്നെ പരിഹസിക്കുമ്പോൾ ശാന്തനായി അവന്റെ തെറ്റിനായി കാത്തിരിക്കുക. നിന്റെ ക്ഷമ അവനെ വലയിൽ കൊടുക്കും. എട്ടാമത്തെ തന്ത്രം, അവന്റെ സുഹൃത്തുക്കളെ നിന്റെ കൂട്ടാളികളാക്കുക. അവൻ ചിരിക്കുമ്പോൾ അവന്റെ പിന്തുണയെ ദുർബലമാക്കുക. അവന്റെ സുഹൃത്തുക്കളോട് നിന്റെ മനസ്സ് തുറക്കുക. അവരെ നിന്റെ വശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക.
ഒരു രാജാവ് തന്റെ ശത്രുവിന്റെ സൈന്യത്തിലെ ഒരു വിഭാഗത്തെ സ്വാധീനിച്ച് യുദ്ധം ജയിക്കുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ സഹായികളെ നിന്റെ കഴിവുകൊണ്ട് ആകർഷിക്കുക. അവന്റെ ചിരി ഒറ്റപ്പെട്ടു പോകും. 9-ാമത്തെ തന്ത്രം, നിന്റെ പരാജയം കാണാൻ കാത്തിരിക്കുകയും നിന്നെ നോക്കി അവഹേളിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ നിന്റെ ദൗർബല്യം കാണിച്ചു കൊടുക്കുക. പക്ഷെ അതൊരു തന്ത്രമാണ്. ഒരു യോദ്ധാവ് തോൽവി നടിച്ച് ശത്രുവിനെ അടുത്ത് വിളിച്ച് ആക്രമിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണത്തിൽ തോറ്റെന്ന് നടിച്ച് എല്ലാവരും അശ്രദ്ധരാകുമ്പോൾ നിന്റെ യഥാർത്ഥ കഴിവ് കാണിക്കുക. നിന്റെ പരാജയം അവന്റെ അവസാനത്തിന്റെ മുഖംമൂടിയാണ്. 10-ാമത്തെ തന്ത്രം, അവന്റെ ഭയത്തെ ഉണർത്തുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ ഒരു ചെറിയ നീക്കം നടത്തുക. അവന്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കുക. ഒരു നിഴൽ പോലെ നിന്റെ സാന്നിധ്യം അവനെ അസ്വസ്ഥനാക്കണം. ഒരു സേനാപതി ശത്രുവിന്റെ മുന്നിൽ ഒരു വ്യാജ ആക്രമണം നടത്തി അവരെ പിന്തിരിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ മുമ്പിൽ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തുക. അവന്റെ ചിരി ഭയമായി മാറും. 11-ാമത്തെ തന്ത്രം, അവന്റെ ആത്മവിശ്വാസം തകർക്കുക എന്നുള്ളതാണ്. അവന്റെ ചിരി അവന്റെ ശക്തിയാണെങ്കിൽ അത് തകർക്കാൻ ഒരു ചെറിയ പരാജയം മതി. ഒരു വ്യാപാരി തന്റെ എതിരാളിയുടെ ഒരു ചെറിയ തെറ്റ് വലുതാക്കി അവന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ ഒരു ചെറിയ പിഴവ് കണ്ടെത്തി അവന്റെ അടിത്തറ ദുർബലമാക്കി മാറ്റുക. അവന്റെ ചിരി നിന്റെ കയ്യിലാണ്. 12-ാമത്തെ തന്ത്രം, നിന്റെ നീക്കങ്ങൾ അപ്രതീക്ഷിതമാക്കുക. അവൻ ചിരിക്കുമ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിൽ ആക്രമിക്കുക. ഒരു യുദ്ധത്തിൽ സേനാപതി രാത്രിയിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി ശത്രുവിനെ തോൽപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുക. അവന്റെ ചിരി ഭയത്തിന്റെ നിലവിളിയായി മാറും. 13-ാമത്തെ തന്ത്രം, അവന്റെ ശ്രദ്ധ വഴിതിരിക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ ഒരു തെറ്റായ ലക്ഷ്യം കാണിച്ച് അവന്റെ ശ്രദ്ധ മാറ്റുക. ഒരു മാന്ത്രികൻ കാണികളുടെ ശ്രദ്ധ മാറ്റി തന്റെ തന്ത്രം നടപ്പാക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ മുന്നിൽ ഒരു വ്യാജ പദ്ധതി കാണിക്കുക. പിന്നിൽ നിന്ന് നിന്റെ യഥാർത്ഥ ആക്രമണം നടത്തുക. 14-ാമത്തെ തന്ത്രം, നിന്റെ ശക്തി മറയ്ക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ കഴിവ് അവൻ അറിയരുത്. ഒരു കടുവ വേട്ടയാടുമ്പോൾ തന്റെ ശക്തി മറച്ചുവെച്ച് അടുത്തെത്തുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ മുന്നിൽ ലാഘവം നടിച്ച് ശരിയായ നിമിഷത്തിൽ നിന്റെ പൂർണ്ണ ശക്തി പ്രകടിപ്പിക്കുക. അവന്റെ ചിരി നിന്റെ മുന്നിൽ വീഴും. 15-ാമത്തെ തന്ത്രം, അവന്റെ പദ്ധതി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ അവന്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുക. അവന്റെ അടുത്ത നീക്കം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ചതുരംഗ കളിക്കാരൻ എതിരാളിയുടെ പദ്ധതി മനസ്സിലാക്കി വിജയിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് അവന്റെ പദ്ധതി തകർക്കുക. നിന്റെ വിജയം അവന്റെ തോൽവിയായി മാറും. 16-ാമത്തെ തന്ത്രം, നിന്റെ ലക്ഷ്യം വ്യക്തമാക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ നിന്നും മാറരുത്. ഒരു യോദ്ധാവ് യുദ്ധത്തിൽ തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ വാക്കുകൾക്കിടയിലും നിന്റെ സ്വപ്നങ്ങൾ മങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നിന്റെ ലക്ഷ്യം നിന്റെ വിജയത്തിന്റെ വെളിച്ചമാണ്. 17-ാമത്തെ തന്ത്രം, അവന്റെ ദൗർബല്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ അവന്റെ പോരായ്മകൾ നീ തിരിച്ചറിയണം. അവിടെയാണ് നിന്റെ ആക്രമണം പതിക്കേണ്ടത്. ഒരു വേട്ടക്കാരൻ മൃഗത്തിന്റെ ദുർബലമായ ഭാഗം ലക്ഷ്യമിടുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ പിഴവ് കണ്ടെത്തി അവിടെ ആഞ്ഞടിക്കുക. അവന്റെ ചിരി അവസാനിക്കും. 18-ാമത്തെ തന്ത്രം, നിന്റെ സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ, നിനക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുക. ഒരു വേട്ടക്കാരൻ തന്റെ ഇരയെ പതിയിരുന്ന് ആക്രമിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവൻ അശ്രദ്ധനാകുന്ന നിമിഷം തിരഞ്ഞെടുത്ത് നിന്റെ പൂർണ്ണ ശക്തി പ്രകടിപ്പിക്കുക. നിന്റെ സമയം നിന്റെ വിജയമാണ്. 19-ാമത്തെ തന്ത്രം, അവന്റെ ചിരിയെ നിന്റെ കരുത്താക്കി മാറ്റുക എന്നുള്ളതാണ്. ഓരോ പരിഹാസവും നിന്റെ ഉള്ളിൽ യോദ്ധാവിനെ ഉണർത്തണം. ഒരു പോരാളി ശത്രുവിന്റെ ആക്രമണത്തെ തന്റെ സ്വന്തം ശക്തിയാക്കി മാറ്റുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവന്റെ വാക്കുകൾ നിന്റെ ഉള്ളിലെ തീയെ ആളിക്കത്തിക്കണം. അവന്റെ ചിരി നിന്റെ വിജയത്തിന്റെ ഇന്ധനമാക്കി മാറ്റുക.
20ാമത്തെ തന്ത്രം നിന്റെ വിജയം കൊണ്ട് നിന്റെ ശത്രുവിനെ മൗനമാക്കുക എന്നുള്ളതാണ്. അവൻ ചിരിക്കുന്നത് നിന്നെ തളർത്താനാണ്, പക്ഷെ നിന്റെ വിജയമാകണം അവനെ നിശബ്ദമാക്കുന്നത്. ഒരു രാജാവ് തന്റെ ശത്രുവിനെ ജയിച്ച് തന്റെ ശത്രുക്കളെ നിശബ്ദരാക്കി മാറ്റുന്നു. നിന്റെ ജീവിതത്തിൽ നിന്റെ കഴിവ് കൊണ്ട് നിന്നെ പരിഹസിച്ചവരുടെ വായടപ്പിക്കുക. നിന്റെ വിജയം കൊണ്ട് വേണം അവരെ മൗനമാക്കുവാൻ. നിന്റെ ശത്രുവിന്റെ ചിരിയെ നിന്റെ വിജയത്തിന്റെ തുടക്കമാക്കി മാറ്റാൻ വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത 20 തന്ത്രങ്ങളും ജീവിതത്തിൽ പരിശീലിക്കൂ. ജീവിതം ഒരു യുദ്ധമാണ്. നിന്റെ ബുദ്ധിയും തന്ത്രവും നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആരുടെ ചിരിയും നിന്നെ തോൽപ്പിക്കുകയില്ല. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.